നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെയുണ്ട്. ഹായ് എവരി വൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസൈൻമെന്റ് സമർപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പൊ സെക്കൻഡ് സെമസ്റ്റർ അസൈൻമെന്റ് സമർപ്പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും അറിയാം, അസൈൻമെന്റ് എല്ലാവരും റിട്ടേൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പൊ പ്രോപ്പർ ടൈമിൽ തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. നമുക്ക് ഡേറ്റ് വരുന്നത് 10/5/2026 ആണ്. അതായത് മെയ് മാസം 10-ാം തീയതിയാണ് അസൈൻമെന്റ് സബ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പൊ അസൈൻമെന്റ് സബ്മിഷൻ ഒരു ലാസ്റ്റ് ഡേറ്റിന് മുൻപായിട്ട് തന്നെ എല്ലാവരും അസൈൻമെന്റ് പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് PDF ഫയലായിട്ടാണ് ഓൺലൈൻ ആയിട്ടാണ് സബ്മിഷൻ വരുന്നത്, ഓഫ്ലൈൻ അല്ല. അപ്പൊ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, അസൈൻമെന്റ് കൃത്യസമയത്ത് തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ മെയ് 10-ാം തീയതിക്ക് ശേഷം ലേറ്റ് ഫീയോട് കൂടിയിട്ടുള്ള അസൈൻമെന്റ് സബ്മിഷൻ ആയിട്ടുണ്ടായിരിക്കുക. അപ്പൊ ഈ ഒരു ലേറ്റ് ഫീ അല്ലാതെ തന്നെ നിങ്ങൾ പ്രോപ്പർ ടൈമിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് മെയ് 10-ാം തീയതിക്കുള്ളിലായിട്ട് തന്നെ എല്ലാവരും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത ശേഷം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അസൈൻമെന്റ് സബ്മിറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതത് സബ്ജക്റ്റിന് തന്നെയാണോ നിങ്ങൾ ആ ഒരു PDF ഫയൽ അപ്ലോഡ് ആക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം. കാരണം പിന്നീട് നമുക്കത് എഡിറ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ അതെല്ലാം തന്നെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും അറിയാം, ഒരു സബ്ജക്റ്റിന് അല്ലെങ്കിൽ ഒരു പേപ്പറിന് 2 അസൈൻമെന്റ് ആണ് നമുക്ക് വരുന്നത്. അനലിറ്റിക്കൽ, ഡിസ്ക്രിപ്റ്റീവ് എന്നുള്ള രൂപത്തിലാണ് അസൈൻമെന്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു PDFും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ മാറിപ്പോവരുത്. സെറ്റ് 1 എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവും സെറ്റ് 2 എന്ന് പറയുന്നത് അനലിറ്റിക്കലും ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് തന്നെ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ അസൈൻമെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്